വലിയ ഡ്രസ്ഡപ്പായി ഒന്നും തന്നെ വരാത്ത ഒരാളായിരുന്നു. എപ്പോഴും എനിക്ക് തോന്നുന്നു സുരേഷ് ഏട്ടനൊന്ന് സ്റ്റാർ സിംഗറിൽ വന്ന് കാണുകയും കേൾക്കുകയും അതോടുകൂടി സുരേഷ് ഏട്ടൻ അമൃത അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. അതിന് ശേഷമുള്ളൊരു ജീവിതം. സുരേഷ് ഏട്ടൻ എന്ന് പറയുമ്പം എന്താണ് ശരിക്കും അമൃതയുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം? എനിക്ക് എൻ്റെ ലൈഫിലേക്ക് സുരേഷ് അങ്കിൾ എന്ന് പറയുന്ന വ്യക്തി വരുന്ന പാട്ട് ഈ മൗനമയാണ്. ഈ പാട്ട് ഐഡിയ സ്റ്റാർ സിംഗറിൽ ഞാൻ പാടിയപ്പോൾ പാട്ടിന് എനിക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ കോസ്റ്റ്യൂംസിന് ഭയങ്കര മാർക്ക് കുറവായിരുന്നു. അപ്പോൾ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ഓരോ ഷെഡ്യൂളിലും 4-5 പെർഫോമൻസസ് വെച്ച് പോവാണ്. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഒരു പോയിന്റ് കഴിയുമ്പോൾ എഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏഷ്യാനെറ്റിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അങ്കിളും ആൻറ്റിയും വീട്ടിലേക്ക് വിളിച്ചു, എന്നെയും അച്ഛയും അമ്മയും എല്ലാവരും വീട്ടിലേക്ക് വിളിച്ചു. എന്നിട്ട് അങ്കിൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഔട്ട്ഫിറ്റിൻ്റെ പേരിൽ ഞാൻ മാർക്ക് കുറയാൻ പാടില്ല, ഇത് മൊത്തം അങ്കിൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് അവസാനം വരെ അങ്കിളാണ് എൻ്റെ സ്പോൺസറായിരുന്നത്, ഒഫീഷ്യൽ. പക്ഷേ അതിനേക്കാൾ ഉപരി എനിക്ക് അങ്കിൾ എന്ന് പറയുമ്പോൾ എനിക്കൊരു അച്ഛൻ സ്ഥാനമാണ് സുരേഷ് അങ്കിളും ആൻറ്റിയും ഫാമിലിയും. അങ്കിള് ഒരിക്കലും സ്വന്തമല്ല എന്ന് തോന്നുന്ന രീതിയിലല്ല എൻ്റെ അടുത്ത് അതായത് ഒരു സഹായിക്കുക അങ്ങനെ ഒരു ഇതല്ലായിരുന്നു. അത് എൻ്റെ എനിക്ക് തോന്നുന്നു അങ്കിൾ എല്ലാ കാര്യത്തിലും എല്ലാവരോടും അങ്ങനെ തന്നെയാണ്. എൻ്റെ എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തിയിട്ടാണ് അങ്കിൾ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളൂ. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം സ്നേഹവും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ആളാണ് ഞാൻ. അങ്കിളെ എനിക്ക് ജീവനാ. അതല്ല, സുരേഷ് ഒരുപാട് അടുത്ത് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു 30 കഴിഞ്ഞ പെൺകുട്ടികളെയൊക്കെ കാണുമ്പോൾ ലക്ഷ്മീനെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. 30 അന്ന് ആ പ്രായം എനിക്ക് ഓർമ്മയുള്ളത്, ഞാൻ എൻ്റെ ക്യാമറയിലല്ലേ നിന്നെയും നിൻ്റെ അമ്മയും അനിയത്തിയും എല്ലാം കൂടെ ഒരു ദിവസം ഇവരുടെ എടപ്പള്ളിയിലാണ് ഇവർ താമസിച്ചിരുന്നത്. വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് പോയി ജയലക്ഷ്മിയിൽ പോയിട്ടാണ് മിക്കാറും കോസ്റ്റ്യൂം. അപ്പോൾ അങ്കിൾ എൻ്റെ കാലിലേക്ക് നോക്കി 2-3 ചെരുപ്പും കൂടെ എടുക്കടിയെന്ന്. ശരിക്കും ആ ഷോ കാണുമ്പം ശരത്തും പിന്നെ ശ്രീകുട്ടനുമാണ്, IMG സാറും ഉഷാ ദീദിയുണ്ട്. അപ്പോൾ അവർ ഇരുന്ന് പറഞ്ഞത് എന്താ നമ്മളെ ഡ്രസ്സിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് പാടി നടന്നു വരുന്ന സമയത്ത് എനിക്ക് തോന്നി, ഇത് എന്തോന്ന് കാല് ഭയങ്കര എന്താണ് അതിന് സ്യൂട്ട് ചെയ്യണ്ടേ. അപ്പോൾ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ പണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടി മരിച്ച് ജീവിക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ ശരത്തിനെ വിളിച്ചിട്ടാണ് നമ്പർ എടുക്കുന്നത്. ശരത്ത് അമൃതയുടെ അച്ഛൻ്റെ നമ്പറാണ് തന്നത്. ഒരു ഭയങ്കര ഫേമസ് ഫ്ലോട്ടിസ്റ്റാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ശരത്തിന് അറിയായിരുന്നു. ശരത്തിന് നമ്പർ തന്നു. അങ്ങനെയാണ് വിളിച്ച് വരാൻ പറഞ്ഞതും വീട്ടിൽ വന്നു. പിന്നെ വീട്ടിൽ ഞാനില്ലാത്തപ്പോഴും എനിക്ക് ആക്ച്വലി അതായത് ക്ലാസിക്കൽ റൗണ്ടിന് അങ്കിള് ആൻറ്റിയുടെ സ്വന്തം മാലയൊക്കെ ഊരി എന്നെ ഇടിപ്പിച്ച് വിട്ടിട്ടൊക്കെ ഉണ്ട്. അതായത് ശരിക്കും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് എങ്ങനെയാണോ ചെയ്യുക അതേപോലെ ആയിരുന്നു അങ്കിളും ആൻറ്റിയും, ഇപ്പോഴും അതെ, മക്കളും എല്ലാവരും. ഒരു സൂപ്പർ സ്റ്റാർ എന്നതിലുപരി അല്ലേ അമൃത, ശരിക്കും ഒരു അച്ഛൻ, ഒരു ചേട്ടൻ. പിന്നെ നിങ്ങൾ രണ്ടുപേരും പെൺകുട്ടികളാണ്. അപ്പോൾ ഒരു ചേട്ടൻ്റെയൊക്കെ ഒരു സ്ഥാനത്ത് ഇങ്ങനെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മളൊക്കെ ആഗ്രഹിച്ചു പോകാറുണ്ട്. സ്വപ്നമായിരുന്നു ആ ഒരു മൊമെന്റ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സുരേഷ് ചേട്ടനെ പറ്റി എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ചെറിയൊരു നെഗറ്റീവ് ഇമ്പൾസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമിക്കും അല്ലേ. നമുക്കിതൊന്നും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അതൊന്നും അങ്കിളെ ബാധിക്കുന്ന കാര്യമേ അല്ല. അങ്കിൾ എന്താന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. അല്ല, ഞങ്ങളെല്ലാം ക്യാമ്പയിനിങ് ഉള്ള ആൾക്കാരാണ് സുരേഷ് ചേട്ടൻ്റെ. ഭയങ്കര ഞങ്ങൾക്ക് സഹിക്കില്ല, നമ്മളെയൊക്കെ തൊട്ട് കളിക്കുന്ന പോലെ തോന്നും. സുരേഷ് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ്, അയ്യോ, നമ്മുടെയൊക്കെ ഒരു രോഗ് ഷോ എന്ന് പറയണത് നമുക്ക് പേഴ്സണലി അറിയുന്നുണ്ടാണ് അമൃത. അതാണ് സുരേഷ് ചേട്ടന് പാടി കൊടുക്കാനായിട്ട് ഈ ഒരു പാട്ടല്ലാതെ ഒരു 2 വരി സുരേഷ് ചേട്ടനത് ഇപ്പൊ ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർ.
അല്ല, ഞാൻ ഊലലല്ലേ പാടിയത്. ആ അങ്കിൾ എങ്ങനെയാ അറിയോ, ഓരോ പെർഫോമൻസിന്റെയും ഓരോ തെറ്റുകളൊക്കെ നമ്മൾ ശരത് സാറ് പോലും ചിലപ്പോൾ നോട്ടീസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അന്ന് അവൻ അങ്ങനെ പാടിയപ്പോൾ നിനക്ക് ഇങ്ങനെ ഇങ്ങനെ ഓരോ പെർഫോമൻസ് കഴിഞ്ഞാലും അങ്കിൾ വിളിച്ച് കറക്റ്റ് ചെയ്ത് തരും. സുരേഷേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ അമൃതയ്ക്ക്? അങ്കിളുടെ എല്ലാ സിനിമയും എനിക്ക് എന്നാലും ഒരെണ്ണം എടുത്ത് പറയാനാണെങ്കിൽ അങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കണ്ട, എനിക്ക് എല്ലാം ഇഷ്ടമാണ്. എന്നാലും സുരേഷേട്ടൻ പാടി അഭിനയിച്ചതിൽ സുരേഷേട്ടൻ്റെ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടം ഏതായിരിക്കും? ഒരു പാട്ട് ഇപ്പം സുരേഷേട്ടൻ്റെ ഒരു പാട്ട് പാടിക്കൊടുക്കാനാണെങ്കിൽ, കാരണം കളിയാട്ടമുണ്ട്, പ്രണയവർണ്ണങ്ങളുണ്ട്, ഒത്തിരി പടങ്ങൾ. അങ്കിളിന് ഇഷ്ടമുള്ള പാട്ട് പറയാം. കണ്ണാടി കൂടുംകൂട്ടി പാടി. അങ്കിളും പാടുവോ? അയ്യോ, 2 വരി. സുരേഷേട്ടന് ശേഷം ഞങ്ങൾക്ക് വേറൊരു പാട്ട് പാടിത്തരണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്, തെലുങ്ക് പാട്ട്. അതാണോ? കണ്ണാടിക്കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും കൊത്തി കാവളം പൈങ്കിളി വായോ കുഞ്ഞാറ്റ പെണ്ണിനൊടുക്കാൻ കുടമുള്ള കോടിയുമായി കൂകിയും കുറുകിയും വായോ. അങ്കിള് പാടല്ലേ? സൂപ്പർ. ഈ പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ സുരേഷേട്ടൻ വന്നിട്ട് പോലും ഇല്ല, എന്നാൽ ലോകം മൊത്തം ഏറ്റെടുത്ത ഒരു വൈറൽ വീഡിയോ എനിക്കൊന്ന് പ്ലേ ചെയ്താൽ കൊള്ളാന്നുണ്ട്. സുരേഷേട്ടൻ അത് കണ്ടിട്ടുണ്ട്, എന്നാലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് വേണ്ടിയിട്ട് ലോകം മൊത്തം ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു. പ്ലീസ്. ആ ജയറാമേട്ടൻ ട്രോളിക്കൊണ്ടൊരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. സുരേഷ് അത് ആരയച്ചു തന്നത്? ആരെങ്കിലും പറഞ്ഞറിയായിരുന്നു? അതോ ജയറാമേട്ടൻ തന്നെ അത് അയച്ചു തന്നോ? ജയറാമിന് ആ പാട്ട് കാളിദാസനാണ് ഇട്ട് കേൾപ്പിക്കുന്നത്, വീഡിയോ കാണിച്ചു കൊടുത്തു. ഓക്കെ. അപ്പോൾ പിറ്റേ ദിവസം അവൻ കാളിയെടുത്ത് ചോദിച്ചു, നമുക്കിത് ചെയ്താലോ? പറഞ്ഞു, ഒന്ന് സുരേഷ് അങ്കിളിനെ വിളിച്ച് ചോദിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ചിട്ട് ഞാൻ ആ പാട്ട് ഇന്നലെ കാളിദാസൻ കാണിച്ചപ്പോഴാണ് കണ്ടത്, നന്നായിരിക്കുന്നു, ഞാനതൊരു വീഡിയോ ചെയ്തോട്ടെ എന്ന്. ഞാൻ പറഞ്ഞു, അതൊക്കെ നിൻ്റെ അവകാശമാണ്, നിനക്ക് തോന്നിയാൽ ചെയ്യുക, അത്രയേ ഉള്ളൂ, എൻ്റെ അടുത്ത് ചോദിക്കാനേ പാടില്ല എന്ന് പറഞ്ഞു. ചെയ്ത് പിറ്റേ ദിവസം എനിക്ക് അയച്ചു തന്നു. അങ്ങനെയാണ് ഞാൻ കാണുന്നത്.